ഫാമിലി വീക്ക് തുടങ്ങിയപ്പോൾ തന്നെ ഷാനവാസിന്റെ ഫാമിലിയാണ് വന്നത്. ഷാനവാസിന്റെ മകള് ഭയങ്കര ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടി ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് നെവിന്റെ കൂടെയാണെന്നാണ് നമ്മൾ കണ്ടത്. നെവിന്റെ ഷാനവാസിന്റെ ഇഷ്യൂസ് ഒന്നും അവരെ ബാധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. നെവിൻ ഭയങ്കര സന്തോഷത്തിൽ പറയുന്നുണ്ട്, കുട്ടികളാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് ആയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. അതേപോലെ അനീഷിന്റെ ഫാമിലി വന്നപ്പോഴും ഞാൻ ആദില ചെന്നിട്ട് ആന്റി ഞാനാണ് ചേട്ടനെ ഇടിച്ചതെന്ന് പറയുമ്പോഴും അനീഷിന്റെ അമ്മ അത് ഗെയിമിന്റെ പാർട്ടല്ലേ എന്നൊക്കെ പറഞ്ഞത് ഇഗ്നോർ ചെയ്യുന്ന കളയുന്നുണ്ട്. അപ്പൊ അത്രയും ഫാമിലീസ് ഒന്നും ഇത് ഉള്ളിലോട്ട് എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ ആര്യനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് അനീഷിന്റെ ബ്രദർ പറയുന്നുണ്ട്. ഷാനവാസിന്റെ വൈഫിന് അനീഷിനെയും അനീഷിന്റെ അമ്മയ്ക്ക് ഷാനവാസിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി നോമിനേഷനിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒനീലാണ്. അയാൾക്കാണെങ്കിൽ ഭയങ്കര അസൂയാണെന്ന് അയാളുടെ ഓരോ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് അഭിലാഷ് പോയി കഴിയുമ്പോഴത്തേനും ഈ ഒരു സംസാരം നിർത്തും എന്നാണ്. പക്ഷെ അല്ല, നോമിനേറ്റ് ചെയ്തപ്പോൾ ജിസേലിനെയും ലക്ഷ്മിയാണ് നോമിനേറ്റ് ചെയ്തത്. ലക്ഷ്മി സദാചാരം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്തത്. പക്ഷെ ആ സദാചാരം ഏറ്റവും കൂടുതൽ പറയുന്നത് അനുമോളും ഒനീലും തന്നെയാണ്. അവിടെ ഒനീല് ജിസേലിനെ നോമിനേറ്റ് ചെയ്യാൻ പറയുന്നത് ആര്യനുമായിട്ട് ലവ് സ്ട്രാറ്റജി പിടിച്ചു, എന്നിട്ട് പറയുന്നത് ഹൂ കെയർസ്. പക്ഷെ ഒനീലാണ് ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത്. എന്നിട്ട് ആര്യന്റെ ഗെയിം ഡൗൺ ആക്കാൻ നോക്കുന്നു എന്ന് പറയുമ്പോഴത്തേനും ഒനീലിന് എന്ത് ഗെയിമാണ് അവിടെ ഉള്ളത്? ഒനീല് വൃത്തികെട്ട ക്യാപ്റ്റനാണ്, ഒട്ടും ആക്റ്റീവ് അല്ല, ഒരു സ്റ്റാൻഡും ഇല്ലാത്തൊരു ക്യാപ്റ്റൻ. അതിന്റെ കൂടെ തന്നെ ഭയങ്കരമായിട്ട് ഈ സദാചാരം പറയുന്ന ഒരേ ഒരാൾ ഒനീലാണ്. ഈ ലോകം കണ്ട ആൾക്കാരൊക്കെയാണല്ലോ സദാചാരം പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒനീലിന്റെ അസൂയ നന്നായിട്ട് എടുത്തു കാണിക്കും ആ നോമിനേഷൻ പറയുന്ന രീതിയിൽ തന്നെ. പിന്നെ ബാക്കിയുള്ളവരും ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒനീലിന്റെ അത്ര ഒരു അസൂയ ആരും കാണിക്കുന്നില്ല ഈ ഒരു കേസിൽ. മാത്രമല്ല ആകെ അനുമോളും ബിന്നിയും ഒനീലും മാത്രമാണ് ഈ ലവ് സ്ട്രാറ്റജി കൊണ്ട് ഇവരെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷെ അനുമോളെങ്കിൽ അവിടെ ജിസേലിനെ ആര്യനെ നോമിനേറ്റ് ചെയ്തിട്ടുമില്ല. പിന്നെ ആസ് യൂഷ്വൽ ബിന്നിയുടെ ഹസ്ബൻഡ് വന്നപ്പോൾ നല്ല ഹാർട്ട് വാർമിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ആയിരുന്നു. അത് രാത്രിയിൽ അനുമോൾക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. അനുമോൾ ചെന്ന് അവരെ പൊതിഞ്ഞു വെക്കാനൊക്കെ നോക്കുന്നുണ്ട്, മറ്റുള്ളവർ നോക്കും എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് മനസ്സിലാവാത്തത് അവർക്കറിയില്ലേ, അവരൊക്കെ അഡൾട്ട്സ് അല്ലേ, അവർ നോക്കിക്കോളില്ലേ അവരുടെ പ്രൈവസി. എന്തിനാണ് അനുമോൾ ഇത്ര കടന്ന് കഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആര്യൻ അനുമോളെ നന്നായിട്ടൊന്ന് കുടയുന്നുണ്ട്. അനുമോൾക്ക് കല്യാണം കഴിച്ചുകൂടെ എന്നൊക്കെ ഒരു കുത്തുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചതെന്ന് എനിക്ക് തോന്നി. അനുമോൾക്ക് അത് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്തു. എന്തായാലും അനുമോള് ചീറിക്കൊണ്ടാണ് ആര്യൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ആര്യൻ അത് പറയുന്നുണ്ട്. എല്ലാവരും നന്നായിട്ടാണ് സംസാരിക്കുന്നത്, നീ മാത്രം ഇത്ര ദേഷ്യം കാണിക്കുന്നത് ചോദിക്കുന്നു. ഒബ്വിയസ് അല്ലേ, അനുമോൾക്ക് എന്താണ് ദേഷ്യം? ഈ അനുമോൾക്ക് രണ്ടുപേര് പ്രണയം പങ്കിടുന്നതോ അല്ലെങ്കിൽ സ്നേഹം കാണിക്കുന്നതോ ഒന്നും തീരെ പിടിക്കുന്നില്ല. അതുകൊണ്ടാണ് ആര്യൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും നാളെ ഇനിയിപ്പോൾ ബിന്നിയുടെ ഗെയിം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. കാരണം ഹസ്ബൻഡ് ഉള്ള സ്ഥിതിക്ക് ബിന്നിക്ക് ഇനി ഓപ്പൺ ആയിട്ട് അങ്ങനെ നേരത്തെ കളിച്ചതുപോലെ കളിക്കാൻ പറ്റുമോ, അതോ ബിന്നി ഡൗൺ ആയി പോവോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.